കണ്ണ് നീറുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് മാറിക്കോളൂ. ഇപ്പൊ ആ കണ്ണ് നീറുന്നതിന്റെ ഇതും അത് പോയി. നിങ്ങളൊക്കെ അത് ഏറ്റെടുത്തില്ലേ? കണ്ടോ, ഇനി കണ്ണ് നീറില്ല. അല്ല, ഞാൻ കുറച്ചു നേരം പറഞ്ഞിട്ട് അരിയുമ്പോ കണ്ണ് എരിയുന്നത് ഓക്കെ, പക്ഷെ ഇതല്ലാതെ ഞാൻ ഇവിടെ ക്യാമറമാനൊക്കെ കണ്ണാടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കണ്ണിരുന്നിട്ട്. ഓഹോ, പിന്നെ ഇതാ ഇതിട്ടു, മല്ലി ഇട്ടു. അപ്പൊ നല്ല സവാളയാണ്. അപ്പൊ മല്ലി ഇട്ടു, മുളക് ഇട്ടു, ജീരകത്തിന്റെ പൊടി ഇട്ടു, യെല്ലോ ചിക്കന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ടു. അതെ, മഞ്ഞപ്പൊടി ഇട്ടു. ഇപ്പൊ ഒരു മഞ്ഞ കളർ പെട്ടെന്നായല്ലേ? സ്പൈസിനെസ് കിട്ടുന്നില്ലേ? ഗ്രീൻ ചില്ലി ഇല്ല, ഇത്ര കുറച്ച് മസാലകളുള്ളൂ. എനിക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടുള്ളതേ. പക്ഷെ അമ്മ പറഞ്ഞു, അമ്മയുടെ എല്ലാ കുക്കിങ്ങിലും മസാലകൾ കുറവാണ്, ഓയില് കുറവാണ്. അതുകൊണ്ട് അവരുടെ വീട്ടിലെല്ലാവരും നല്ല സ്ലിം ആട്ടോ. നമ്മളെ ഇതുപോലൊന്നും അല്ല. പക്ഷെ ചേച്ചി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് അല്ലേ? ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും ചില സമയത്ത് നമ്മുടെ കൺട്രോൾ വിട്ടു പോകും. അല്ല, പക്ഷെ അവർക്കും സ്വീറ്റ്സ് ഇഷ്ടാട്ടോ. ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് പിന്നെ ഈ പറഞ്ഞ കേക്ക് തിന്ന് വളർന്ന പിള്ളേരാണ്. അല്ല, പൊതുവേ നമ്മളെല്ലാവരും ഇങ്ങനെ കുറേശ്ശെ എണ്ണ ഉപയോഗിക്കുള്ളൂ. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാവരും. നിങ്ങൾ കാണാൻ അച്ഛൻ പ്യുവർ വെജിറ്റേറിയൻ. ഓക്കെ, എല്ലാം വാങ്ങിക്കും, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അച്ഛൻ കഴിക്കില്ല. നോൺ വെജേ കഴിക്കാറില്ല, പ്യുവർ വെജിറ്റേറിയൻ. സ്ലോ കുക്കിംഗ് ആണ്. അമ്മ എല്ലാം കുക്ക് ചെയ്യുന്നത് സ്ലോ ഫ്ലെയിമിലാണ്. സ്ലോ കുക്കിംഗ് ടേസ്റ്റും ഹെൽത്തിയും. നമ്മൾ ഈ ചൈനീസ് എടുക്കുമ്പോ മാത്രം ഹൈ ഫ്ലെയിമിൽ എടുക്കണം. വലിയ കഷ്ണങ്ങൾ കേട്ടോ. ഓക്കെ, വലിയ പൊട്ടറ്റോ ഇല്ലാത്തത് കൊണ്ട് നമ്മള് വലിയ കഷ്ണമായിട്ട് ഇടുന്നു. അപ്പൊ ഇനി ഇപ്പൊ ഇത് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞു. വളരെ എളുപ്പം തന്നെ, അത്രേ ഉള്ളൂ. ഇതാണ് പ്രിപ്പറേഷൻ. എല്ലാവർക്കും ഉണ്ടാക്കാം, മടിച്ചുകൾക്കും. ഇത് ഈ ക്രിസ്മസിന് സിമ്പിൾ ആയിട്ട് ചിക്കൻ ഉണ്ടാക്കേണ്ടവർക്ക് യെല്ലോ ചിക്കൻ ഉണ്ടാക്കാം. യെല്ലോ ചിക്കൻ ഫോർ ക്രിസ്മസ്. അത് മാത്രമല്ല, ലീവ് കിട്ടി നാട്ടിൽ വരാൻ പറ്റാത്ത ബാച്ചിലേഴ്സ് സുഖമായിട്ട് ഉണ്ടാക്കാം അല്ലെ? ചേച്ചിക്ക് എങ്ങനെയാ ഒരു ക്രിസ്മസ് ഓർമ്മ എന്നൊക്കെ പറയുമ്പോ? എന്റെ ക്രിസ്മസ് ഓർമ്മകൾ മുഴുവൻ ഫുഡിനെ ചുറ്റിപ്പറ്റിയാണ്. പിന്നെ സാന്റക്ലോസ്, പിന്നെ ഈ കരോളൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ കാരലിങ്ങിന് പോയിട്ടില്ല. നമ്മുടെ വീട്ടിലേക്ക് കാരൽസിന് വരുമ്പോഴൊക്കെ അത് എൻജോയ് ചെയ്യും. പക്ഷെ നമ്മള് വീട്ടില് മമ്മിയുടെ പ്രിപ്പറേഷനും ബേക്കിങ്ങും ഇതൊക്കെ തന്നെയാണ്. ആക്ച്വലി ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. നല്ല ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത്? ഈ ഫോർട്ട് കൊച്ചിയിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി സാന്റക്ലോസ് ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഞാനന്ന് എനിക്ക് തോന്നുന്നു 6-7 വയസ്സോ 8 വയസ്സോ എങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്റെ പേര് മാത്രം വിളിക്കുന്നില്ല. ഞാനിപ്പം 2-3 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു, എന്റെ പേര് വിളിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നെ മറന്നു, സാന്റക്ലോസിനെ എനിക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ ഗിഫ്റ്റ് കൂടെ നട്ടില്ല. എന്ത് പ്രായം ഉണ്ടപ്പോ? 7 years 7-8 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ. എന്നിട്ട് ഞാൻ മമ്മീനെ ഡാഡിനെ നോക്കുന്നുണ്ട്, എനിക്ക് കിട്ടില്ലേ, എന്റെ പേര് മറന്നിട്ടുണ്ടാവും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, മമ്മി പറയും ഉപ്പ് മറന്നുകൊണ്ട്. നേരത്തെ മമ്മിയുടെ കേക്കിനകത്ത് ഞങ്ങൾ ഉപ്പ് ചെറുതായിട്ടൊന്ന് മറന്നു. ഉപ്പോ കേക്കിലോ? ചെറുതായിട്ട് അതും ഉണ്ടായിരുന്നോ? പിഞ്ച് ഓഫ് സോൾട്ട് ഇടും. അപ്പൊ ഉപ്പും ആഡ് ചെയ്ത് കവർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മുടെ സാന്റാക്ലോസിന്റെ കഥയിലേക്ക് തിരിച്ചു. സാന്റാക്ലോസിന്റെ കഥയില് എന്താ ഉണ്ടായെന്ന് വെച്ചാല്, എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, ക്രിസ്മസിന് മുമ്പ് വർഷം മുഴുവനും സാന്റാക്ലോസ് ഇങ്ങനെ ഇടയ്ക്ക് ഹെലികോപ്റ്റർ ഒക്കെ പോയില്ലേ സ്കൈയില്, അതൊക്കെ സാന്റാക്ലോസിന്റെ ആൾക്കാരാ. എന്നിട്ട് അവര് നോട്ട് ചെയ്യും നല്ല കുട്ടികളാണോ അല്ലയോ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഈ നല്ല കുട്ടികളുടെ പേര് നോട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ നല്ല കുട്ടിയല്ലേ? ഞാൻ നല്ല കുട്ടി ആയിരുന്നില്ലേ, ഇനി കണ്ടുപിടിച്ചോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ടെൻഷൻ. പക്ഷെ ഫൈനലി എനിക്ക് 9 മണിയായപ്പോ എന്റെ പേര് വിളിച്ചു. എത്ര മണിക്കൂർ വെയിറ്റ്? ഞാൻ ആഗ്രഹിച്ച ബാർബി ഡോൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അതൊക്കെ ഭയങ്കര. അപ്പൊ അതെനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്ന, വിഷമിച്ച് വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കാം, നമ്മള് കാണിച്ച കള്ളത്തരൊക്കെ കണ്ടിട്ടുണ്ടോ, നല്ല കുട്ടിയല്ല, നല്ല കുട്ടി അല്ലാത്തോണ്ടായിരിക്കും എന്റെ പേര് വിളിക്കാത്തത്. എല്ലാം ഇഷ്ടമല്ലേ? ചേച്ചിയുടെ കഥനെ കഥ കിട്ടിയ കരയല്ലേ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു മമ്മിയുടെ ബേക്കിംഗ് 4:58 ആണ് ഇനി. അതിനുള്ളില് കേക്ക് നമുക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ, വർത്താനൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോ നല്ല ലേറ്റ് ആയിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും
കുക്ക് ചെയ്യണം. സ്ലോ ഫ്ലെയിമിൽ ചിക്കൻ കുക്കാവും. ഓക്കെ. അപ്പോഴേക്കും മമ്മി വന്ന് ഇനി കേക്ക് പുറത്തെടുക്കും. അപ്പൊ നമുക്ക് കുറച്ച് മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ വിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിൽ പോകാം. ഓക്കെ. അപ്പൊ അമ്മ ചേച്ചിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടമാണ് ബുക്ക് വായിക്കാനൊക്കെ. പക്ഷെ ഇപ്പൊ എന്റെ കണ്ണ് കുറച്ച് പ്രശ്നം. പിന്നെ ഞാൻ കുറെ ഈ പറഞ്ഞമാതിരി എന്താ പറയാ ഗാർഡനിങ് ഒക്കെ ആണല്ലേ? എല്ലാം ഞാൻ സ്വയം ചെയ്യുന്ന ആളാണ്. ആരെയും വിളിക്കില്ല. എല്ലാ ഗാർഡൻ ഉണ്ടാക്കുന്നതും എല്ലാം എനിക്ക് തനിയെ ചെയ്യണം. വീട്ടിലത്തെ എല്ലാം എനിക്ക് തനിയെ ചെയ്യണം. അപ്പൊ അതിന് സമയം പോകും. പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഫോൺ വരുമ്പോ അതിന് സമയം വേണ്ടേ? ഫോണിൽ കുറെ സമയം വേണം. ഒരു മോൻ US-ലാണ്, ഒരു മോൻ UK-ലാണ്. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ US-ലായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഫോണിൽ തന്നെ കുറെ സമയം വേണം. പിന്നെ പേരക്കുട്ടിയുണ്ട്, ഇഷ്ടംപോലെ സമയം. പ്രണവ് മറ്റേ പേരക്കുട്ടികളും വിളിക്കും. അവർക്ക് അപ്പൊ മലയാളം അറിയില്ല. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. അവര് പറയും എന്നോട് അമ്മമ്മ മലയാളം പറഞ്ഞാലും അവർക്ക് മലയാളം അറിയില്ലോ. അങ്ങനെ മലയാളം ക്ലാസ് എടുത്തു കൊടുക്കണം. അപ്പൊ ഒരു ബിസിയാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല AK നഗറില് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ്. അപ്പൊ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം വൈകുന്നേരം. നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് എന്റെ സമയം പോകും. ചേച്ചി അമ്മയുടെ അടുത്തൊന്ന് പഠിച്ചെടുത്ത ഒരു കാര്യം എന്തായിരിക്കും മെയിൻ ആയിട്ട്? ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ നിക്കുന്നില്ല അമ്മ. യൂഷ്വലി അമ്മയുടെ ഒരു മീൽ എന്ന് പറഞ്ഞ സാധാരണ വീട്ടില് നമ്മളൊക്കെ സാധാരണ ഒരു ചോറ്, ഒരു കറി, ഒരു തോരൻ, അത്രയൊക്കെ അല്ലേ യൂഷ്വലി ഉണ്ടാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ പപ്പടം, അച്ചാറ്. അമ്മയുടെ മിനിമം 5 ഡിഷസ് ഉണ്ടാവും എപ്പോഴും ഒരു ദിവസം ഒരു മീലിന് ഒരു മിനി സദ്യയാണ്. അപ്പൊ അത് ഞാൻ പഠിച്ചത് അമ്മയുടെ കുക്കിംഗ് ഞാൻ അവിടെ നെന്മാറയില് കണ്ടിട്ട് ഞാനത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണ്. അതായത് ഒരു ഇത് കുക്കാവാൻ എടുക്കുന്ന സമയം കൊണ്ട് അടുത്തത് റെഡിയാക്കുന്നതും അങ്ങനെ ഒരേ സമയത്ത് നമുക്ക് ഒരു 4-5 വിഭവം ഉണ്ടാക്കി അപ്പൊ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നവരെ ഇങ്ങനെ നിക്കാൻ ഇഷ്ടമല്ല വെച്ചിട്ട്. അപ്പൊ ഞാൻ അടുത്ത സമയം പോണ്ടല്ലോ. അതെ. അപ്പൊ ആ ഒരു ടൈമില് അല്ല അതെനിക്ക് കുട്ടികളും ഞാൻ അവിടെ തനിയായിരുന്നല്ലോ കുവൈറ്റില്. ഞങ്ങള് 4 കുട്ടികളെയും കൊണ്ട്. അപ്പൊ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ നമ്മള് വെറുതെ ഇരുന്ന് നമുക്ക് അധികം പരിചയമില്ല. എല്ലാം കിട്ടും. സ്റ്റിച്ചിങ് ചെയ്യും. അതിരുന്ന് മോൻ വലിയ ആള് 10ല് പഠിക്കുമ്പോ അവന്റെ കൂടെ രാത്രി ഞാനും കൂടെ എംബ്രോയിഡറി കയ്യിൽ വെച്ച് എംബ്രോയിഡറി ചെയ്തു. നോക്കി വരുമ്പോഴുണ്ടല്ലോ ചേച്ചി, 2 അമ്മമാരും ഓൾ ഇൻ ഓൾ ആണ്. എല്ലാം എക്സ്ട്രാ ഓർഡിനറി കഴിവുകളുള്ള 2 പേരുണ്ട്. അതാണ് കേട്ടോ. ഇവരെല്ലാവരും വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോ എന്റെ സർവന്റ് വന്ന് ചോദിക്കും കേട്ടോ, എന്താണ് ഈ അവിടെ മരുമക്കള് അല്ലെങ്കിൽ മകളൊക്കെ ഇരിക്കുന്നില്ലേ, എന്താ പോയിട്ട് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലും ചെയ്തു തരാന്. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ മാത്രം എന്തിനാ അവിടെ ചെയ്യുന്നത്? ഞാൻ പറയും എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ അവരെ കൊണ്ട് നമ്മള് പോയി ചോദിച്ചാലും പറയും വേണ്ട വേണ്ട. അല്ല ഇവര് വരുമ്പോൾ ഇവരെയൊന്നും കാത്തിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഇവര് ഓരോരുത്തരും ഓരോ സമയത്തല്ലേ ഇവര്. അപ്പോഴേക്കും ഞാൻ എല്ലാം ഉണ്ടാക്കി. അമ്മയ്ക്കും ഇതേ ശീലമുണ്ട്. അമ്മയ്ക്കും മമ്മിക്കും ഒരുപാട് ശീലങ്ങളുണ്ട്. അതായത് ഒന്ന് അവര് തന്നെ കിച്ചണിലെ ഓൾ ഇൻ ഓൾ ആണ്. അതിൽ എല്ലാവരും കയറി ഇടപെട്ട് അവരുടെ താളം തെറ്റും. അത് നമ്മൾ ഇടപെടണ്ട, നമ്മൾ ആരും ഇടപെടണ്ട. അത് നമുക്ക് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ടീന മമ്മിയുടെ വിളി വന്നു തുടങ്ങി. 1 minute 30 seconds 1 minute ഉണ്ട്. അതിന്റെ വിളിയാണിത്. അതാ വരുന്നു. അപ്പം ഇപ്പൊ 2 പേർക്കും ഒരു വലിയ കയ്യടി. താങ്ക് യു.